ഹലോ ഓൾ, നമുക്ക് നെക്സ്റ്റ് ഗ്രാഫ് നോക്കാം. ഓക്കെ, ഇത് പൈ ചാർട്ടാണ്. ഓക്കെ, മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? ബാർ ബാർ ഗ്രാഫ് ഓർ ബാർ ചാർട്ട്സ്. അതെങ്ങനെയാണ്? ഒരു വെർട്ടിക്കൽ ബാർ ചാർട്ട് ഉണ്ട്, ഹൊറിസോണ്ടൽ ബാർ ചാർട്ട് ഉണ്ട്. ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പൈ ചാർട്ടിലോട്ട് കിടക്കുകയാണ്. ഇനിയും അതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും, പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് സർക്കിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഇല്ലേ? ഈ സർക്കിളിൽ ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസ് വന്നിട്ട്, ഇപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇട്ടിരിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എ പൈ ചാർട്ട് റിപ്രസെൻറ്റ് വേരിയസ് കോമ്പണൻസ് ഓർ പാർട്സ്. അപ്പോൾ ഇത് ഫുട്ബോൾ, ഇത് ഫുട്ബോൾ. ഓക്കെ, ഇത് ഞാനിപ്പോൾ 10% ആൾക്കാർ കളിക്കണു എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ബാസ്കറ്റ് ബോൾ ഞാനൊരു 15% ആൾക്കാർ കളിക്കുന്നു. ബാഡ്മിൻ്റൺ ഒരു 25% ആൾക്കാർ കളിക്കുന്നു. ഹോക്കി എത്രയാണ്? വീണ്ടും ഒരു 25%. അപ്പോൾ മൊത്തം എത്രയായി? 25, 50, 65, 75. ബാക്കി എന്താണ്? ബാക്കിയുള്ള ക്രിക്കറ്റും അതേമാതിരി 25% ആൾക്കാർ കളിക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഐഡിയ, ഒരു സ്റ്റോറി ഉണ്ട് ഇവിടെ, അല്ലേ? ഇനി ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഒരു പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇതുണ്ടല്ലോ, ആംഗിൾ, ഇത് 360 ആയിരിക്കും. എപ്പോഴും നിങ്ങൾക്കത് ഓർമ്മ വേണം, 360 ആയിരിക്കും. അത് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ആണ്, ഈച്ച് ഓഫ് ദ കോമ്പണന്റ് വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഐദർ ആസ് എ പെർസെൻറ്റേജ് ഓർ ഫ്രാക്ഷണൽ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ടോട്ടൽ ഓർ സെക്ടർ ആംഗിൾ ഓഫ് ദ റെസ്പെക്റ്റീവ് ടോട്ടൽ. ഒരുപാട് ടെർമിനോളജി ഒന്നും നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഇത് മൊത്തം ഒന്നില്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് പറയും. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി 25%, 25%, 10%, 15%, അല്ലെങ്കിൽ ഇതിൽ ആംഗിൾ ആയിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് പ്രോബ്ലംസിലൂടെ പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സിൻസ് ദ ടോട്ടൽ ആംഗിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഇസ് 360 ഞാൻ പറഞ്ഞു. ഇത് ടോട്ടൽ എത്രയാണ്? ഫോർ എക്സാമ്പിൾ, ഈ ഒരു ആംഗിളിനെ എക്സ് എന്ന് വിളിക്കാം, ഇതിനെ വൈ എന്ന് വിളിക്കാം, ഇതിനെ സെഡ് എന്ന് വിളിക്കാം, ഇതിനെ എ എന്ന് വിളിക്കാം, ഇതിനെ ബി, ഈ ആംഗിൾസിനെ. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ടോട്ടൽ വരുന്നത് 360 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതും പ്രോബ്ലംസിൽ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്കത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ since 1% of the total value is equal to 360 by 100, that is 3.6 ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണ്? നമുക്ക് ഒരു സാധാരണ രീതിയിൽ പെർസെൻറ്റേജിൻ്റെ എന്താണ് ഏറ്റവും മാക്സിമം 100% എന്നാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ആംഗിൾ വെച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മാക്സിമം എത്ര വരുന്നത്? 360. ഓക്കെ, അപ്പോൾ 100% 360 ആണെന്നുണ്ടെങ്കിൽ 1% എന്തായിരിക്കും? 360 divided by 100, which is equal to 3.6. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. നമുക്കിത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, കാരണം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. The pie chart drawn below show the expenses of a family on the various items and its savings during the year 2001. Study the graph and answer the questions. സെയിം നമ്മുടെ ബാർ ചാർട്ടിൽ ഉണ്ടായിരുന്ന സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കുടുംബത്തിൻ്റെ ഇൻകം ഉണ്ടോ? ഇല്ല, എക്സ്പെൻസസ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് ദ ഇയർ 2001 ഓക്കെ, സോ സ്റ്റഡി ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ സ്റ്റഡി ചെയ്യാൻ പോവാണ്, നമ്മൾ ഒരുമിച്ച് സ്റ്റഡി ചെയ്യാൻ പോവാണ്. പെർസെൻറ്റേജ് ഓഫ് മണി സ്പെൻഡ് ഓൺ വേരിയസ് ഐറ്റംസ് ആൻഡ് സേവിങ്സ് ബൈ എ ഫാമിലി ഡ്യൂറിങ് 2001. ഓക്കെ, ഏതാണ്? ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ട് തുടങ്ങാം. ട്രാൻസ്പോർട്ടിൽ 5%. അവരുടെ ഇൻകം എത്രയാണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, പക്ഷെ നോക്കാം. നമ്മുടെ ചോദ്യം എന്താണ്? മാക്സിമം എക്സ്പെൻഡിച്ചർ ആണ് ഓഫ് ദ ഫാമിലി വാസാണ്. ഇത് എളുപ്പമല്ലേ? നമ്മൾ ബാർ ചാർട്ടിൽ നമ്മൾ നോക്കിയതാണ്, എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ട്രാൻസ്പോർട്ട് 5% ആണ്, എഡ്യൂക്കേഷൻ ആൻഡ് ചിൽഡ്രൻ 12% ആണ്, ഹൗസിംഗ് 15% ആണ്, ക്ലോത്തിങ് 10% ആണ്, ഫുഡ് എത്രയാണ്? 23%, സേവിങ്സ് 15%, അതർ ഐറ്റംസ് 20%. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഏതിലാണ് ഉള്ളത്? ഫുഡിലാണ്. എനിക്ക് തോന്നുന്നു ഹോട്ടലിൽ നിന്ന് കൂടുതൽ കഴിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കാം തോന്നുന്നു. ഓക്കെ, സോ മാക്സിമം എക്സ്പെൻഡിച്ചർ ഏതിലാണ്? ഫുഡിലാണ്, കാരണം ഡയറക്റ്റ് ആണ്. ഇതിൻ്റെ ഈ പെർസെൻറ്റേജിൽ ഏറ്റവും വലുത് ഏതാണ്? അതാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ വളരെ, ഞാൻ പറഞ്ഞില്ലേ, ബേസിക് ആയിട്ടുള്ള എക്സാംസിന് മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഇറ്റ്സ് കേക്ക് വാക്ക്. ഓക്കെ, നെക്സ്റ്റ്, the total savings of the family for the year were equal to the expenditure. സേവിങ്സ് എക്സ്പെൻഡിച്ചറിന് ഈക്വൽ ആയത് അല്ല, സേവിങ്സ് ഓഫ് ദ ഫാമിലി ഫോർ ദ ഇയർ വർ ഈക്വൽ ടു ദ എക്സ്പെൻഡിച്ചർ ഓൺ. ഓക്കെ, ആദ്യം നമുക്ക് സേവിങ്സ് എത്രയാണെന്ന് നോക്കാം. ഇവരുടെ സേവിങ്സ് എത്രയാണ്? 15%. ഓക്കെ, ഇതാണ് സേവിങ്സ് കേട്ടോ. 15% വേറെ ഉള്ള ഏതാണ്?
ഫുഡിന് 23% ആണോ? കൂടുതലാണ് അല്ലേ? ക്ലോത്തിങ്, നമുക്ക് ഇവിടെ തന്നെ കിട്ടിയ ഉത്തരം ഇറ്റ്സ് ഹൗസിങ്. ഓക്കെ, സോ ഹൗസിംഗ് ആണ് ഉത്തരം അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇൻകം വാസ് സ്പെൻഡ് ഓൺ ട്രാൻസ്പോർട്ട് ആൻഡ് അതർ ഐറ്റംസ് ടുഗദർ? ഓക്കെ, ട്രാൻസ്പോർട്ടിൽ എത്രയാണ്? 5%. അതർ ഐറ്റംസിൽ 20%. സോ 20 + 5 25%. എളുപ്പമല്ലേ? ഇനി ഇപ്പൊ പറയുന്നു, ഓക്കെ, ഇഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി വാസ് 1 lakh, അതായത് 100,000 അല്ലെങ്കിൽ 100,000 ടോട്ടൽ ഇത് 1 lakh ആണ്. ഹൗ മച്ച് മണി വാസ് സ്പെൻഡ് ഓൺ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ? എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ എത്രയാണ്? ഇവിടെ നോക്കാം. എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ 12% ആണ് അല്ലേ? ഓക്കെ, 1,00,000 ആണ്. അതിൻ്റെ 12% എത്രയായിരിക്കും? 12,000. ഇത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ 1 lakh ആണ് ടോട്ടൽ. ഇപ്പോൾ X%, 12% ഓഫ് 1 lakh അങ്ങനെ വേണം പറയാൻ. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രയാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ 12% 12/100 ഇൻറ്റു 100,000. 2 ക്യാൻസലായി. 1000 ഇൻറ്റു 12 12,000. ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ? നമ്മുടെ ക്ലാസ് കാണുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറയണം പ്രോബ്ലംസ് ലോജിക്കലി. ഇഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഇയർ വാസ് 1 lakh, അഗെയിൻ പറയുന്നു, ദ ഡിഫറൻസ് ഓഫ് എക്സ്പെൻസസ് ഇൻ റുപ്പീസ് ബിറ്റ്വീൻ ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഹൗസിംഗിൽ എത്രയാണ്? 15% അല്ലേ? ട്രാൻസ്പോർട്ടിൽ എത്രയാണ്? 5%. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹൗസിങ്ങിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് 15% 15,000, ട്രാൻസ്പോർട്ട് എത്രയാണ്? 5,000. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 15% - 5%, അതാണ് ഉചിതം, ബെസ്റ്റ്. ഓക്കെ, സോ ഇതിൽ ഡയറക്റ്റ് 15/5 എന്നൊക്കെ തന്നുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി. ചിലപ്പോൾ ഇത് 15 ആണ്, ഇത് 3% ആണെങ്കിൽ 12% ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്നാണ് 15 - 5 is 10. സോ വാട്ട് ഈസ് 10? 10% ഓഫ് 1 lakh എത്രയാണ്? ഇറ്റ് ഈസ് 10,000 rupees അല്ലേ? 10% ഓഫ് 1 lakh. ഞാൻ ഒന്നുകൂടി എഴുതാം ഇവിടെ. 15% - 5% ആണ്. ഏതാണ്? ട്രാൻസ്പോർട്ടിന്. ഹൗസിങ്ങിന് 15%. ഇപ്പോൾ രണ്ടും എത്രയാണ്? 10% എന്ന് വന്നു. 10% ഓഫ് വാട്ട്? 10% ഓഫ് 1 lakh. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ, ഞാനിത് സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ച് മുമ്പത്തെ പ്രോബ്ലമിൽ നമ്മൾ ഈ 10% ഓഫ് എന്നുള്ളത് പറഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞാൽ അപ്പം ഇൻറ്റു വിടുക. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Study the pie chart and answer the question. The percentage expense on the various items during the book production and sale. Okay, ബുക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എത്രയാണ് എക്സ്പെൻസ് ആവുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് എത്ര സെയിൽസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിലെന്താ തന്നിരിക്കുന്നത്? ഓക്കെ, പ്രിൻറ്റിങ് കോസ്റ്റ്. ഒരു ബുക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താണ്? അതിലൊരു പ്രിൻറ്റിങ് കോസ്റ്റ് ഉണ്ട് അല്ലേ? പേപ്പർ കോസ്റ്റ്, മിസലേനിയസ് എക്സ്പെൻസ്, റോയൽറ്റി, അഡ്വർടൈസ്മെൻറ്റ് ചാർജ്, ബൈൻഡിങ് ആൻഡ് കട്ടിങ് ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ബുക്ക് നമ്മൾ മാനുഫാക്ചർ അല്ലെങ്കിൽ ബുക്ക് നമ്മൾ ഒരാൾ ബുക്ക് എഴുതി അതിനുശേഷം അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് ഇവിടെ ഉണ്ട് അല്ലേ? ഒന്ന് അയാൾ ഒരു പബ്ലിക്കേഷന് കൊടുത്തു, ഇപ്പോൾ മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി എന്നുള്ള പബ്ലിക്കേഷനിൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവർ എന്താണ്? അവർക്ക് പ്രിൻറ്റിങ് കോസ്റ്റ് ഉണ്ട്, പേപ്പർ കോസ്റ്റ് ഉണ്ട്, റോയൽറ്റി ഉണ്ടാവും. എഴുതിയ ആൾക്കൊരു റോയൽറ്റി ഉണ്ടാവില്ല. മനോരമ പബ്ലിക്കേഷനിൽ നമ്മൾ കൊടുത്തു, അപ്പോൾ ഓരോ ബുക്ക് വിൽക്കുന്നതിനും അതിൻ്റെ ഓതറിന് ഒരു 15% റോയൽറ്റി ഉണ്ടാവും. അഡ്വർടൈസ്മെൻറ്റ് ചാർജ്. ഓക്കെ, ഈ ബുക്കിനെ പറ്റി ആൾക്കാർക്ക് അറിയണം. ബൈൻഡിങ് ആൻഡ് കട്ടിങ് ചാർജ്. ഓക്കെ, ബുക്ക് നമ്മൾ പ്രിൻ്റ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ബൈൻഡ് ചെയ്യണം. അതിനുശേഷം ആ ബുക്കിലെ പേജസ് എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിനൊരു പ്രോപ്പർ ഫോർമാറ്റിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇങ്ങനെ കിട്ടുമ്പോൾ ബുക്ക് എക്സ്പെൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. ദ സെൻട്രൽ ആംഗിൾ ഫോർ ദ സെക്ടർ ഓൺ ദ പേപ്പർ കോസ്റ്റ് ഈസ്. ഓക്കെ, പേപ്പർ കോസ്റ്റ് എത്രയാണ്? 10%. ഇവിടെ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഇനീഷ്യലി ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നൊന്നും അറിയില്ല, പെർസെൻറ്റേജിൽ മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആംഗിളിൻ്റെ കളി വരിക. ഇപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പ്ലസ് ഇത് ഇതെല്ലാത്തിൻ്റെ ആംഗിളും കൂടി നമ്മൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? വിച്ച് ഈസ് ആക്ച്വലി 360 ഡിഗ്രി അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതായത് 100% എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 1% എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 3.6 ഡിഗ്രി. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഇൻട്രഡക്ഷനിൽ ഇത് പറഞ്ഞിരുന്നു. ഒന്നും കൂടി പറയുന്നു, ഇതെല്ലാം കൂടി ഇത് ടോട്ടൽ ആംഗിൾസ്, നമ്മൾ സെൻട്രൽ ആംഗിൾ ഇതിന് ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 360 ഡിഗ്രി ആണ്. ഓക്കെ, ആ 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം കൂടി ഇത് ഈ പെർസെൻറ്റേജ് 35 പ്ലസ് 10 പ്ലസ് 4 പ്ലസ് 15 പ്ലസ് 18 പ്ലസ് 18%, ഇതെല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ എത്ര വരും ടോട്ടൽ? ദാറ്റ് ഈസ് 100%. അപ്പോൾ 100% എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ 1 ഡിഗ്രി എന്താണ്, അല്ലെങ്കിൽ 1% എന്താണ്? ദാറ്റ് ഈസ് 3.6 ഡിഗ്രി അല്ലേ? ഇനി നമ്മളുടെ ചോദ്യം, സെൻട്രൽ ആംഗിൾ ഫോർ ദ സെക്ടർ ഓൺ പേപ്പർ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം എന്താണെന്നൊന്നും അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എന്താണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഈ പെർസെൻറ്റേജും ആംഗിളുടെയും ഈ ഒരു കണക്ഷൻ വെച്ച് മാത്രമാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു നിങ്ങൾക്കൊരു പുതിയ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. ഓൾറെഡി ഇൻട്രഡക്ഷനിൽ പറഞ്ഞു, പക്ഷേ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് അത് പതിയുന്നത്. ഓക്കെ, സോ 10% ആണെങ്കിൽ എത്ര ഡിഗ്രി വരണം? ഓക്കെ, 1% ആണെങ്കിൽ 3.6 ഡിഗ്രി. സോ 10% ആണെങ്കിൽ എത്രയായിരിക്കും? 10 ഇൻറ്റു 3.6, ദാറ്റ് ഈസ് 36 ഡിഗ്രി. ഓപ്ഷൻ 4 ആണ് ഉത്തരം. കിട്ടിയില്ലേ? ഇതേമാതിരിയുള്ള പ്രോബ്ലംസ് ഇനി വരും. ഐ തിങ്ക് ഇതെല്ലാം നല്ല പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇഫ് ദ പ്രിന്റിംഗ് കോസ്റ്റ്, ഇവിടെ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 17,500. ദ റോയൽറ്റി പെയ്ഡ് ഈസ്, ഇതെല്ലാം സൂപ്പർ ക്വസ്റ്റ്യൻസ് ആട്ടോ. ദ പ്രിന്റിംഗ് കോസ്റ്റ് ഈസ് എത്രയാണ്? അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, അതായത് മൊത്തമുള്ള കോസ്റ്റ് ഒരു എക്സ് ആണെന്ന് വെക്കൂ, അല്ലെങ്കിൽ മൊത്തമുള്ള എക്സ്പെൻസ് എക്സ് ആണെന്ന് വെക്കൂ. 35% ഓഫ് എക്സ്, അല്ലെങ്കിൽ അങ്ങനെ പറയണം, നമ്മൾ വായിക്കണം. ഓക്കെ, നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണം? 35% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഈസ് 17,500 അല്ലേ? അപ്പോൾ എക്സ് എന്തായിരിക്കും? 35% ഓഫ് എക്സ് ഈക്വൽ ടു 17,500. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 35% ആണ്. 35/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 17,500. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 35 എന്തായാലും 35ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും 175 ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ. ഓക്കെ, 35 70, ഓക്കെ, ദെൻ 105 140, ഐ മീൻ 70ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും 140. 140 പ്ലസ് അഗെയിൻ 35 ഈക്വൽ ടു 175. സോ എത്ര ടൈംസ് വരും? 5 ടൈംസ്. 35 ഇൻറ്റു 5 ആണ് ഇത് 175. സോ എക്സ് ബൈ 100 ഇൻറ്റു ഈക്വൽ ടു 500. 500 അല്ലേ? അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു, ഓക്കെ, 50,000 ആണ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അതായത് ഈ കംപ്ലീറ്റ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന റോയൽറ്റി പെയ്ഡ്, റോയൽറ്റി എത്രയാണ്? 15%. അപ്പോൾ 15% ഓഫ് എന്താണ് ടോട്ടൽ കോസ്റ്റ്? അത് എത്രയാണ്? 50,000 അല്ലേ? ഇത് വീണ്ടും നോക്കൂ, 15/100 ഇൻറ്റു 50,000 ചെയ്യുമ്പോൾ 15 ഇൻറ്റു 5 75 അല്ലേ? 2 പോയി. ഓക്കെ, ദാറ്റ് ഈസ് 7,500 അല്ലേ? 15% ഓഫ് 50,000 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എത്രയാണ്? 10% എത്രയായിരിക്കും? 5,000 അല്ലേ? 5% എത്രയായിരിക്കും? അഗെയിൻ 2,500 അല്ലേ? സോ 10 പ്ലസ് 5 ഈക്വൽ ടു 7,500. ആ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രീതിയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, 35% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 17,500 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ 15% ഓഫ് 50,000 എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എഴുതി ചെയ്യണവർക്ക് എഴുതിയും ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് വെരി ഈസി. 2 സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും പൊതുവെ ഇങ്ങനെ ബാർ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് എളുപ്പമാണ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇഫ് ദ മിസ്സലേനിയസ് എക്സ്പെൻസസ് ആർ, ഓക്കെ, മിസ്സലേനിയസ് എക്സ്പെൻസ് എത്രയാണ്? 4%. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം 4% ഇൻറ്റു ഓഫ് ടോട്ടൽ എമൗണ്ട് ആണ്, അതാണ് 6,000 തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ് എത്രയായിരിക്കും? ഓക്കെ, 6,000/4 ഇൻറ്റു 100 അല്ലേ? ഇത് 1,500 വരും. 1,500 4 6,000. സോ എത്രയാണ്? ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് മാറും കേട്ടോ. മുമ്പ് നമ്മൾ എത്രയാണ്? 50,000 കിട്ടി. ഓരോ ചോദ്യത്തിനും മാറും. നമ്മൾ അതേ 50,000 എടുത്ത് ഇവിടെ ചെയ്യാൻ പോകരുത്. ഓക്കെ, 1,50,000 രൂപ വരും
അല്ലേ? യെസ്, 1,50,000 രൂപ വരും. ഇനി ഹൗ മച്ച് മോർ ആർ ബൈൻഡിങ് ആൻഡ് കട്ടിംഗ് ചാർജസ് ദെൻ റോയൽറ്റി? ഓക്കെ, ഇപ്പോൾ ബൈൻഡിങ് എന്താണ്? ബൈൻഡിങ് ആൻഡ് കട്ടിംഗ് ചാർജ് 18%. ഹൗ മച്ച് മോർ ദാൻ? റോയൽറ്റി എത്രയാണ്? 15%. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് കാണണം. ഹൗ മച്ച് മോർ, ആ വാക്കിന് പ്രസക്തി ഉണ്ട്. ഹൗ മച്ച് മോർ ആർ ബൈൻഡിങ് ആൻഡ് കട്ടിംഗ് ചാർജസ് ദെൻ റോയാലിറ്റി, അല്ലെങ്കിൽ റോയൽറ്റി. ഓക്കെ, അപ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് കൂടുതലാണ്. എത്രയാണ്? 18 മൈനസ് 15, ദാറ്റ് ഈസ് 3%. 3% ഓഫ് വാട്ട്? ഓക്കെ, അഗെയിൻ ഞാൻ എഴുതാം. 18% ആണ് ബൈൻഡിങ് ആൻഡ് കട്ടിംഗ് ചാർജ്. നോക്കൂ, ദെൻ റോയൽറ്റി എത്രയാണ്? 15%. ഓക്കെ, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു 3%. ഹൗ മച്ച് മോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 3% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3% ഓഫ് വാട്ട്? ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ്. 3% ഇൻറ്റു 1,50,000, 4,500 രൂപ വരും. 3%. വീണ്ടും 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15,000 ആയിരിക്കും, അല്ലേ? 1% എന്ന് പറഞ്ഞാൽ 1,500. 1,500 3% ആണെങ്കിൽ 1,500 ഇൻറ്റു 3 4,500. നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം. 1,50,000 വരുന്നു. 3 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1,50,000. രണ്ടെണ്ണം പോയി. 15 ഇൻറ്റു 3 എത്രയാണ്? സോറി, 1,500 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 4,500. കിട്ടിയില്ലേ? ഓക്കെ, സോ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 50,000 ടോട്ടൽ എന്ന് കിട്ടിയെന്ന് വെച്ചിട്ട് അടുത്ത ചോദ്യത്തിലും അതേ തന്നെ വെച്ച് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ ട്രിക്സ്. നിങ്ങൾ പെട്ടെന്ന് ടൈം മാനേജ്മെന്റ് ഇവിടെയൊക്കെയാണ് ആവശ്യം വരിക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ വന്നു. സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ സെക്ടർ ഓൺ ദ പ്രിന്റിംഗ് കോസ്റ്റ് ഈസ് മോർ ദൻ ദാറ്റ് ഓഫ് ദ അഡ്വർടൈസ്മെന്റ് ചാർജ്. ഓക്കെ, മോർ ദൻ. പ്രിന്റിംഗ് കോസ്റ്റ് എത്ര? 35%, അല്ലേ? അഡ്വർടൈസ്മെന്റ് ചാർജ് എത്രയാണ്? 18%. സോ എത്രയാണ്? 35 മൈനസ് 18. 35% മൈനസ് 18% എത്രയാണ്? 17%. നമുക്കറിയാം 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3.6 ഡിഗ്രി, അല്ലേ? അപ്പോൾ 17% എന്ന് പറഞ്ഞാലോ, which is equal to 3.6 into 17. ഇത് എങ്ങനെ വരും? 17 ഇൻറ്റു 3 എത്രയാണ്? 17, 34, 51 സംതിങ് അറൗണ്ട്. ഓക്കെ, നമുക്കിത് കുറച്ച് ഇതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് തന്നെ നോക്കാം. 17 3.6 ആണ്. പൊതുവെ ഞാൻ ചെയ്യുകയാണെങ്കിൽ 17 ഇൻറ്റു 3 എത്രയാണ്? 51. സോ 51ൻ്റെ അടുത്ത് വരുന്ന ഒരു സംഭവം. 6 ഇൻറ്റു 17 അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. 17 ഇൻറ്റു 6 എത്രയാണ്? 0.6 ആണത്, അല്ലേ? 0.6 ആണ്. നമുക്ക് നോക്കാം. 2, 4, 10. That is 51. 61.2 ഡിഗ്രി എക്സാക്ട്ലി വരുന്നുണ്ട്. ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് 54 വരില്ല. കാരണം എന്താണ്? 17 ഇൻറ്റു 6 ഉണ്ട്, ആ ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ എത്രയാണ് വരുന്നത്? 0.6. 17 ഇൻറ്റു 0.5 ചെയ്താൽ തന്നെ എത്രയാണ് വരിക? ദാറ്റ് ഈസ് 8.5 സംതിങ് അല്ലേ വരിക? നേരെ 0.5 അല്ലേ? ഓക്കെ, 17 ഇൻറ്റു 0.5 0.6 വരുന്നുണ്ട്. അപ്പോൾ 8.5നെക്കാളും കൂടും. അപ്പോൾ എനിക്ക് 54.8 എനിക്ക് നെഗേറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, 60 ആണോ 61 ആണോ എന്നുള്ളത്. ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടി. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലം നല്ല നല്ല പ്രോബ്ലമാണ് കേട്ടോ. പൈ ചാർട്ടിൽ നമ്മൾ ഇതുവരെ വന്നതിൽ കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോബ്ലമാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. The paper cost is approximately what percentage of the printing cost? നമുക്ക് എഴുതാം. പേപ്പർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10% ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ്? ഇതിന് തന്നെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രിന്റിംഗ് കോസ്റ്റ്. പ്രിന്റിംഗ് കോസ്റ്റ് എത്ര വരിക? പ്രിന്റിംഗ് കോസ്റ്റ് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 35%. ഈ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു 10/35 ഇൻറ്റു 100 ആയിരിക്കും വരിക. ഞാൻ ഈ പറയുന്ന ഈ വാക്കിന് അല്ലെങ്കിൽ ഈ സെൻറ്റൻസിന് അങ്ങനെ ഒരു ഇക്വേഷനാക്കി മാറ്റി എഴുതി. ദ പേപ്പർ കോസ്റ്റ് എത്ര? പേപ്പർ കോസ്റ്റ് 10%, അല്ലേ? ഈസ് ഈക്വൽ ടു ഇട്ട് കൊടുത്തു. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ്? വാട്ട് എന്ന് നമുക്കറിയില്ല. X% ഇട്ട് കൊടുത്തു. ഓഫ് പ്രിന്റിംഗ് കോസ്റ്റ് 35%. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തു. എനിക്ക് എത്ര വരും? ഇത് അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് നോക്കാം. 5 ടൈംസ് പോകും. സോ 20 ഡിവൈഡ് ബൈ 7 വരും.
14 6 വരുന്ന സമയത്ത് വീണ്ടും 7 എത്ര വരും? 228 സംതിങ് വരും അല്ലേ? 8 ടൈംസ് വരും. സോ ഇറ്റ്സ് ദിസ് വൺ 28.6. ഞാൻ മുഴുവൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഇതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, എങ്ങനെയാണ് 7ഉം 20യും തമ്മിൽ 20/7 ചെയ്താൽ എത്ര വരും? അതായത് 2 തവണ വരും. ഏതാണ്? 14 വരും. അതിനുശേഷം ബാക്കി എത്രയുള്ളത്? 6. അപ്പോൾ എനിക്ക് 60 പോയിന്റ്, അപ്പോൾ പോയിന്റ് ഇട്ടിട്ട് 60യിലാണ് ഞാൻ നോക്കുക. 60യിൽ എത്രയാണ്? 7 × 8 are 56 അല്ലേ? അപ്പോൾ 2.8 സംതിങ് വരുന്നുണ്ട്. സോ ദിസ് വിൽ ബി മൈ ആൻസർ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. പൈ ചാർട്ട് തന്നെയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ എല്ലാം ആംഗിളിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദ പൈ ചാർട്ട് ഗിവൺ ബിലോ ഷോ ദ മാർക്സ് ഒബ്റ്റെയിൻ ബൈ സ്റ്റുഡൻറ് ഇൻ എൻ എക്സാമിനേഷൻ. ഓക്കെ, ഇതും ഒരു പ്രധാനപ്പെട്ടാണ്. ഇൻകം, സേവിങ്സ്, അതൊക്കെ ഒരു സെറ്റ്. പിന്നെ ബുക്കിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ അടുത്തത് കണ്ടു. ഇപ്പോൾ പറയുന്നത് എന്താണ്? മാർക്സ് ഒബ്റ്റെയിൻ ബൈ സ്റ്റുഡൻറ് ഇൻ എൻ എക്സാമിനേഷൻ. ഓക്കെ, ഇഫ് ദ ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻ ബൈ ഹിം ഇൻ ദ എക്സാമിനേഷൻ വർ 540. സോ ടോട്ടൽ മാർക്സ് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിൽ 540. ഓക്കെ, 540 ടോട്ടൽ മാർക്ക്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദിസ് പൈ ചാർട്ട്. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 90 ഡിഗ്രി, 65 ഡിഗ്രി, 70 ഡിഗ്രി, 55 ഡിഗ്രി. മൊത്തം കൂട്ടുമ്പോൾ സയൻസിൽ നമുക്ക് എത്ര ഡിഗ്രിയാണെന്നില്ല. നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ടോട്ടൽ എത്രയാണ്? 360 ഡിഗ്രി. ഇതെല്ലാം മൈനസ് ചെയ്താൽ മതിയല്ലോ. 65 + 55 എന്ന് പറഞ്ഞാൽ അത് 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? 60 + 60 120. സോ ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ 5 കുറവാണ്. അപ്പോൾ 65 + 55 120 ഡിഗ്രി. 120 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എത്ര വരും? 210 ഡിഗ്രി. 210 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി 280 ഡിഗ്രി. അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 80 ഡിഗ്രി. ഓക്കെ, നിങ്ങളിങ്ങനെ അറിയാത്തവർ ഒരു കാര്യം ചെയ്യൂ. 90 + 65 + 55 + 70. ഇതിനൊരു വാല്യൂ കിട്ടും, ആ വാല്യൂവിന് അതാണ് നമുക്ക് കിട്ടിയത്. ആ വാല്യൂ ആണ് 280 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, ബാക്കി എത്രയാണ്? 360 - 280 എന്നുള്ളതാണ് 80. അങ്ങനെയാണ് 80 ഡിഗ്രി എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ദ സ്റ്റുഡൻറ് ഒബ്റ്റെയിൻ 105 മാർക്സ്? ഓക്കെ, ആദ്യം നമുക്ക് അറിയണം ഇത് 105 മാർക്സ്. 105 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാണ് വരിക? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 105 എന്ന് പറയുമ്പോൾ 540ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് വരിക? അല്ലെങ്കിൽ നമുക്ക് 105 ഡിവൈഡഡ് ബൈ 540 എന്ന് ചെയ്യാം. അല്ലെങ്കിൽ 54 ഇതിൻ്റെ 10% എത്രയാണ്? 540ൻ്റെ 10% എത്രയാണ്? 54 അല്ലേ? അപ്പോൾ അതിൻ്റെ 20% എത്രയായിരിക്കും? 108. സോ 10% ഓഫ് 540 എന്ന് പറയുന്നത് 54 ആണ്. 20% എന്ന് പറയുന്നത് 108 ആണ്. പക്ഷെ 108 കിട്ടിയിട്ടില്ല, 105ലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് സംവെയർ ബിറ്റ്വീൻ 19% സംതിങ്. ഓക്കെ, 19% എന്തോ ആണ്. ഇനി 19% ഒരു പെർസെൻറ്റേജ് 360 ഡിഗ്രി ആണെന്ന് അറിയാം. 3.6 ഡിഗ്രി ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം 19% വരികയാണെങ്കിൽ എത്ര വരും? 19% വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 19 × 3.6. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാണ്, കാരണം എനിക്ക് ഇവിടെ റിസ്ക് എടുക്കാൻ പറ്റില്ല. 3.6 × 19. 9 × 6 54, 4 5 9 3 27 32 അല്ലേ? 6 3 4 8 3 6. സോ അറൗണ്ട് 68. എന്തായാലും 68.4 മേലെ ആയിരിക്കും വരിക. കാരണം നമ്മളുടെ ഈ ഞാനിപ്പോൾ എടുത്തത് എന്താണ്? 19 അല്ല വരിക, ആക്ച്വലി 19ന് കുറച്ച് മേലെ വരും. സോ അതിൻ്റെ അർത്ഥം എനിക്ക് ഇവിടെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 70. ഹിന്ദിയാണ് ഈ 105. വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ. നമുക്ക് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യണം, ചെയ്യാലോ. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ഓക്കെ, സോ അഗെയിൻ 10% 54. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ തന്നെ ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ മെത്തേഡാണ് കേട്ടോ, ആ മെത്തേഡിലനുസരിച്ച് കിട്ടിയതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇത് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പോവാണ്.
Okay, we are going to calculate this. എന്താ ചെയ്യണം? 105 divided by 540. കറക്റ്റ് എക്സാക്ട് പെർസെൻറ്റേജ് കാണാൻ പോവാണ്. 5 പോവും. സോ 21 ടൈംസ് അല്ലേ, ഇത് 108. സോ 21 ഡിവൈഡഡ് ബൈ 108 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് 7 പോകുമോ? 7 3 പോവും. സോ ദിസ് ഇസ് 7, ഇത് 36 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 7/36 ഇൻറ്റു 100. അത്ര പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ? ഓക്കെ, ഒരു പെർസെൻറ്റേജ്, അത്ര പെർസെൻറ്റേജ് ഉണ്ട്. ഓക്കെ, അത് ഇൻറ്റു 3.6 എനിക്ക് ചെയ്യണം. ഇൻറ്റു 3.6, ദാറ്റ് ഈസ് സൂപ്പർ. ഇത് കുറച്ചും കൂടി എനിക്ക് ക്ലാരിറ്റി കിട്ടി. 7/36 ഇൻറ്റു 100 ഇൻറ്റു 3.6 എന്താണ്? ഇത്ര പെർസെൻറ്റേജ് ആണ്. ഒരു പെർസെൻറ്റേജിന് 3.6 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഇത്ര പെർസെൻറ്റേജിന് എന്താവും? അത് ഇൻറ്റു ചെയ്യണമല്ലോ. ഇൻറ്റു 3.6 അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി 1%-ന് 3.6 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത്ര പെർസെൻറ്റേജ് ആണ്. 7/36 ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ്. അപ്പോൾ അത് ഇൻറ്റു 3.6 ചെയ്യണ്ടേ അല്ലേ? അപ്പം ഇത് നമുക്ക് എന്താണ്, പെട്ടെന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇതിനെ ഞാൻ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 70 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 36 എന്ന് എഴുതാം. 70 ഡിവൈഡഡ് 36 ഇൻറ്റു 36 എന്താണ്? 100 ഉണ്ട്. ഒരു 10 7ലോട്ട് ഞാൻ മാറ്റി. ഒരു 10 3.6 ഇൻറ്റു 10 ചെയ്തു 36. സോ ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 70%. പക്ഷെ ഞാൻ എന്താണ്, എൻ്റെ അപ്രോക്സിമേഷനിൽ ഞാൻ മുമ്പ് തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഇന്ത്യയാണ് ഉത്തരം. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതും കൂടി കാണിച്ചു തരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ സൈൻസ്? സൈൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു, 80 ഡിഗ്രി. എന്താണ് ഇത്? മൊത്തം കൂട്ടി 65 + 90 + 55. 65 + 55 എത്രയാണ്? 120. 120 + 90 എത്രയാണ്? 210. 210 + 70 എത്രയാണ്? ദാറ്റ് ഈസ് 280. സോ 360 - 280 എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഞാൻ എഴുതാണെങ്കിൽ എഴുതിത്തരാം. 65 + 55 + 90 + 55 അല്ല 55 അല്ല, സോറി 65, 90 + 70 മൊത്തം വന്നാൽ 280. പിന്നെന്താണ് മൊത്തത്തിൽ ടോട്ടൽ ഫുൾ ആംഗിൾ എത്ര വരും? ദാറ്റ് ഈസ് 360 ഡിഗ്രി. 360 - 280 ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ ചോദ്യം നോക്കാം. ഹൗ മെനി മാർക്സ് വർ ഒബ്ടൈൻഡ് ബൈ ദി സ്റ്റുഡൻറ് ഇൻ മാത്സ് ദെൻ ദോസ് ഇൻ ഹിന്ദി? ഓക്കെ, മാത്സിൽ 90 ഡിഗ്രി, ഹിന്ദിയിൽ 70 ഡിഗ്രി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 90 - 70 നമ്മൾ പെർസെൻറ്റേജ് ചെയ്ത ഓർമ്മയായിരിക്കും ഉണ്ടാവുക അവിടെ. ഓക്കെ, ആ ഓർമ്മയിൽ നിങ്ങൾ 90 - 70 = 20 എന്ന് എടുത്തിട്ട് 20ൻ്റെ ഉത്തരം ഇവിടെ കൊടുക്കും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൽ ഫസ്റ്റത്തെ അതിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 540 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഇനി അപ്പോൾ മാത്സിൽ ഇയാൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു 540 മൈനസ് അല്ല, ഇനി ഹിന്ദിയിൽ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 70 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു 540 ആണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തായിരിക്കും? വിച്ച് ഈസ് നത്തിങ് ബട്ട് 20 ഡിഗ്രി, അതായത് 90 - 70 വിച്ച് ഈസ് 20. ഇനിയിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എഴുതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കറക്റ്റ് എഴുതി തരാം. 90 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു 540 മൈനസ് 70 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഡിഗ്രി ഇൻറ്റു 540. നമ്മൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള 540നെയും 360നെയും പുറത്തോട്ട് എടുക്കും. അപ്പോൾ 90 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 540 എന്നാവും. ഓക്കെ, 90 - 70 ഡിഗ്രി എന്താണ്? അത് 20 ഡിഗ്രിയാണ്. സോ 20 ഡിഗ്രി ബൈ 360 ഡിഗ്രി ഇൻറ്റു 540. അപ്പോൾ എന്താണ്? ഡിഗ്രി ഒക്കെ മാറും. സോ ദാറ്റ് ഈസ് 18. 18 എത്രയാണ്? 3 തവണ പോകും, 30. സോ എത്ര മാർക്കാണ് കൂടുതൽ? 30 മാർക്കാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. ഇപ്പോൾ 90 - 70 എടുത്ത് ഡയറക്റ്റായിട്ട് ചെയ്യരുത്.
ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കാരണം ഇതിൻ്റെ ടോട്ടൽ പേഴ്സൻറ്റേജ് 100% പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ മാത്സിൽ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 360 ആണ്. അതാണ് അതിൻ്റെ മേ ബി പേഴ്സൻറ്റേജിലോട്ട് ഞാൻ ഇതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മളിതിൽ നോക്കേണ്ടത്? ഓക്കെ, ഈ സെൻട്രൽ ആംഗിളുടെ കോൺസെപ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? 90/360 ഓഫ് 540. ഓക്കെ, ഒന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യാം. ദിസ് ഇസ് ഫെയർ സ്ട്രൈറ്റ് ഫോർവേഡ്. ഓക്കെ, നല്ല നല്ല പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയതൊക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. യെസ്, ഹൗ മെനി മാർക്സ് വർ ഒപ്റ്റൈൻ ബൈ സ്റ്റുഡൻറ് ഇൻ സയൻസ്? സയൻസിൽ എത്ര മാർക്കാണ് കിട്ടിയത്? സയൻസിൻ്റെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ഇത്? 80 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും 80 ഡിഗ്രി ഔട്ട് ഓഫ് 360 ഡിഗ്രി ഇൻറ്റു 540 ഡിഗ്രിയൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ, 36 അല്ല, ഇപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 4 ഒരു തവണ കട്ട് ചെയ്തു, 18 3 30. സോ 30 ഇൻറ്റു 4 എത്രയാണ്? 120. സോ 120 മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം 80 ഡിഗ്രിയാണ്. ഓക്കെ, സോ 80 ഡിഗ്രി കറസ്പോണ്ടിങ് ടു 120 മാർക്സ്. കിട്ടിയില്ലേ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എന്ത് ചെയ്യും? 80 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഇൻറ്റു 540. ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് റീഅറേഞ്ച് ചെയ്തു. സോ 4 ഇൻറ്റു 30 എത്ര വന്നു? 120. അല്ലേ, ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ? ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യട്ടെ. 0 ക്യാൻസൽ ചെയ്തു. 4 18 3 ആണ്. യെസ്, കറക്റ്റ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് ബാർ ചാർട്ടിനെയാണ്. ഐ തിങ്ക് നമ്മൾ ഇത് ഫിനിഷായി. നമ്മൾ നെക്സ്റ്റ് ഇനി പൈ ചാർട്ട് കംപ്ലീറ്റ് ആയി. നമുക്കിനി ലൈൻ ഗ്രാഫിലോട്ട് കിടക്കാം.